പരാതിയൊന്നുമില്ല. നിങ്ങൾ പേര് പതിനിടാ പോവാ. അപ്പൊ സാറിന് ഇവിടെ പരിശോധിച്ചാൽ എത്ര അല്ല ഞങ്ങൾ വ്യാപാരം ഹൈവേ കർമ്മസേനുണ്ട് അവർക്ക് കൊടുക്കുന്നത് അതൊക്കെ മര്യാദക്കായിട്ട് കാര്യങ്ങൾ നടക്കും. ജീവന് പെരുണയും പാടേ കഴിച്ച് ഇങ്ങോട്ട് വാദ്യൻ ആ ഇവിടുന്ന് തുടങ്ങിക്കോളി. ഇവിടുന്ന് എല്ലാ കടകളിലും നാളെ ചെറുത്തിനോട് നമ്മൾ മണി പോകണ്ടല്ലോ. സിഐനെ വിളിച്ചാൽ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. സ്വന്തം പൈസ കൊടുത്തെടുത്ത സാധനങ്ങൾ നിരോധിച്ച പലതുകൊണ്ട് ഇവിടുത്തെ മാത്രമല്ല വേറെ ദുനിയാവിലെ എല്ലാ സാധനങ്ങളും പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഞാനല്ല നമ്മൾ ആരും ആയിക്കോട്ടെ മാത്രമൊന്നുമല്ല ആരും ആയിക്കോട്ടെ. എല്ലാവരും വരാൻ പറ. റെക്കോർഡ് ചെയ്യാൻ ഇവിടുത്തെ പാലത്തിൽ പിടിക്കുന്നത് നമ്മൾ അനാവശ്യം പറയുന്നുണ്ടോ? ഒരു വർഷം കൊണ്ട് ₹1,00,000 സാധനം കൊണ്ട് നശിപ്പിച്ചില്ലേ? ₹10,00,000 ഒരങ്ങാടിയാണ് ശരി. അങ്ങനത്തെ പ്ലാസ്റ്റിക് കവർ ഇല്ലാത്തൊരു അങ്ങാടിയാണ് ഒറ്റ അങ്ങാടിയാണ്. നിയമസഭാ മന്ദിരം മാത്രം നിർത്തിക്കേണ്ട കാര്യമില്ല. അല്ല നിർത്തലാക്കാൻ ആവശ്യമാണ്. പക്ഷെ പൈസ വീട്ടിൽ നിന്ന് തരണം. അല്ലെ ഇപ്പൊ ഒരാള് അല്ലെ ഈ ഗ്ലാസ് പറ്റും, ഈ ഗ്ലാസ് പറ്റില്ല. ഞങ്ങൾക്ക് ഈ ഗ്ലാസ് വെക്കണമെന്നൊരു നിർബന്ധമുണ്ട്. ഈ ഗ്ലാസ് ഇട്ടാൽ മതി. പക്ഷെ എന്താ അറിയോ, ഇത് അങ്ങാടിയിൽ മൊത്തം ഉണ്ടാവുമ്പോ ആളുകൾ ഇത് വാങ്ങും. അപ്പൊ നമ്മൾ വെക്കാൻ നിർബന്ധിതനാകാം. ഒരു കടക്കാരുടെ പ്രശ്നം അവിടെയാണ്. ആൾക്കാർ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഫിസ്റ്റ് വാങ്ങുന്ന ആൾക്കാർ ഉദ്യോഗസ്ഥരല്ലേ? കാരണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒരു പേര് ഇതിനെത്ര 100, അതിനെത്ര 150. നമ്മൾ വെക്കാൻ നിർബന്ധമില്ല. നമുക്കെല്ലാം റോഡുണ്ടോ? റോഡ് സൈഡിൽ അല്ല നമ്മൾ നിയമപരമായിട്ട് കച്ചവടം ചെയ്യുന്നവർ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. റോഡ് സൈഡിൽ മീൻ വെക്കണോലും മറ്റു ചില്ലറ കച്ചവടക്കാരൊക്കെ സുന്ദരമായിട്ട് കച്ചവടം നടത്തുന്നത് അതിന്റെ പ്രശ്നമല്ല. അല്ല ഇതിന് വാതിൽ സംവിധാനമല്ല. എന്താണ് ഇത് ചെയ്യാൻ പറ്റുക? സർക്കാർ ഇങ്ങനെ തീരുമാനം ഇതിന്റെ മുമ്പ് ₹1,50,000 പ്ലാസ്റ്റിക് സാധനം ഇവിടുന്ന് കുടിച്ചോണ്ട് ഇന്നിട്ട് ഇവിടെ പാണ്ടിക്കാട് അങ്ങാടിയിൽ പ്ലാസ്റ്റിക് ഇവിടെ നിരോധിക്കണം. ഇതിന്റെ ₹1,50,000 പോയി. ഇവിടെ പ്ലാസ്റ്റിക് പോയിക്കണം. അത് മാത്രമല്ല ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടായിക്കണം പ്ലാസ്റ്റിക് കേരളത്തിലുണ്ടായിക്കോ. പിന്നെ ഇന്റെ പൈസക്ക് ഒരു വിലയില്ല. കുഴപ്പമില്ല. ഇന്റെ പൈസക്ക് ഒരു വിലയില്ല. അത് നിങ്ങൾ പറയും. ഫൈനിട്ടോളി അത് നടക്കുന്ന കോടതിയിൽ ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾ വേറെ സ്ഥാപനത്തിൽ മാത്രമേ ചെയ്തിരിക്കാമല്ലോ. പ്ലാസ്റ്റിക് ഒഴിവാക്കാനാണെങ്കിൽ പ്ലാസ്റ്റിക് മൊത്തം ആരൊക്കെ റെക്കോർഡിംഗ് പഠിപ്പിച്ച് ഞങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങളുടെ സ്ഥാപനത്തിൽ അത് പാണ്ടിക്കാടിന് ഞങ്ങൾ വ്യാപാരം ഒരു സാധനം